ധീരൻ എന്ന മൂവി കണ്ടു. ഒരു വൺ ടൈം ഡീസന്റ് വാച്ച് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു വിന്റേജ് അല്ലെങ്കിൽ 90s കാലഘട്ടത്തിൽ നമ്മുടെ നടന്മാരുടെ ഒരു റീയൂണിയൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ വിനീതിനെയാണ് കാണിക്കുന്നത്. നമ്മുടെ ഡാൻസർ ആക്ടർ ആയിട്ടുള്ള വിനീത്. എനിക്ക് തോന്നുന്നു വിനീതിന്റെ ഒരു ക്യാരക്ടർ വളരെ ഡിഫറന്റ് ആയിട്ട് എനിക്ക് തോന്നി. പുള്ളിയുടെ ഒരു ക്യാരക്ടറൈസേഷൻ വളരെ രസകരമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിലെ മെയിൻ ക്യാരക്ടേഴ്സ് പറഞ്ഞാൽ സുധീഷ്, പിന്നെ വാർഡ് മെമ്പർ ആയിട്ടുള്ള ജഗദീഷ്, പിന്നെ അരുവി എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് മനോജ് കെ ജയൻ, അതുപോലെ അശോകൻ, അതുപോലെ നമ്മുടെ പ്രേമം സിനിമയിലെ ശബരീഷ് ഇല്ലേ, പുള്ളി എൽദോസ് എന്ന ക്യാരക്ടറായിട്ട് വരുന്ന രാജേഷ് മാധവൻ. കുറച്ചും കൂടി ഫണ്ണായിട്ട് തോന്നിയത് സുധീഷും അതുപോലെ മനോജ് കെ ജയന്റെ ക്യാരക്ടർ, അതുപോലെ വിനീത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വിനീതിന്റെ ക്യാരക്ടർ, എല്ലാം വളരെ അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ രാജേഷ് മാധവന്റെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ ഒരു നായകൻ എന്നാണെങ്കിലും പക്ഷേ പുള്ളിയുടെ ക്യാരക്ടറിനെയൊക്കെ കൂടുതൽ കയ്യടി മറ്റുള്ള ക്യാരക്ടേഴ്സിനാണ് പോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എല്ലാവരും അവരുടെ റോളുകൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ചെയ്തെങ്കിലും ഫസ്റ്റ് ഹാഫ് ഒക്കെ വളരെ ഓക്കെ ആയിട്ട് എനിക്ക് തോന്നിയെങ്കിലും അവിടെ എവിടെയും കുറച്ച് കോമഡി കിട്ടുന്നുണ്ട്. പക്ഷെ സെക്കൻഡ് ഹാഫ് എത്തുമ്പോൾ സിനിമ വളരെ ഒരു സിനിമാറ്റിക് അല്ലെങ്കിൽ വളരെ ഒരു നാടകീയമായിട്ട് പോണ പോലെ എനിക്ക് തോന്നി. പിന്നെ സെക്കൻഡ് ഹാഫിൽ സിദ്ധാർത്ഥ് ഭരതന്റെ ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. ആ സമയത്ത് കുറച്ചൊരു ഒരു ഓളമൊക്കെ ഉണ്ടായിരുന്നു. ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരു ആവറേജ് വാച്ച്, എന്നാൽ വളരെ സംഭവമായിട്ട് തോന്നിയില്ല, എന്നാൽ വളരെ ബിലോ ആവറേജ് ആയിട്ട് തോന്നിയില്ല. ഒരു ആവറേജ് ഒരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്.